2024 ജനറൽ ഇലക്ഷൻ വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്നതിനെ ആസ്പദമാക്കി ഇതിനോടകം 4 വീഡിയോകൾ ചെയ്യുവാനും ഏവരുമായി പങ്കിടുവാനും ഇടയായതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഇത് 5ാമത്തെ വീഡിയോയാണ്. ഒരു പക്ഷേ ഇതായിരിക്കും ഈ വിഷയത്തെ പറ്റിയുള്ള ലാസ്റ്റ് വീഡിയോ. ഇതിൻ്റെ ഉള്ളടക്കം ഈ ഇലക്ഷനിൽ കൂടെ, അത് വെളിപ്പെടുത്തിയ ഫലങ്ങളിൽ കൂടെ ഭാരത രാഷ്ട്രീയവും ഭാരതത്തിലെ ജനങ്ങളും ഏതെല്ലാം അനുഗ്രഹങ്ങളാണ്, നന്മകളാണ് പ്രാപിച്ചിട്ടുള്ളത് എന്ന അന്വേഷണമാണ്. പലപ്പോഴും നാം സംഭവങ്ങളെ കൗതുകത്തോടെ വീക്ഷിക്കുമെങ്കിലും അത് നമുക്ക് പ്രദാനം ചെയ്യുന്ന നന്മകൾ എന്ത് എന്ന് തിരിച്ചറിയുന്നതിൽ വൈമനസ്യം കാട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സാധ്യമാകാവുന്ന അല്ലെങ്കിൽ പ്രാപിക്കാവുന്ന നന്മകൾ പൂർണ്ണതോതിൽ പ്രാപിപ്പാനും അത് നിലനിർത്തുവാനും കഴിയാതെ പോകും എന്നതുകൊണ്ടാണ് ഇപ്രകാരം ഒരു വീഡിയോ കൂടെ ചെയ്യണമെന്ന് എൻ്റെ ഉള്ളിൽ ഒരു വലിയ പ്രേരണ ഉടലെടുത്ത്. അതുകൊണ്ട് നമുക്ക് ആമുഖമൊന്നുമില്ലാതെ ഈ അന്വേഷണം തുടരാം. കുറഞ്ഞത് 7-8 നന്മകളെങ്കിലും നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം വിശദമായി പറഞ്ഞ് ഫലിപ്പിക്കാൻ സമയം അനുവദിക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങളുടെ തന്നെ വിഭാവനയ്ക്ക് ഏൽപ്പിച്ച് കൊണ്ട് ഞാൻ ഹ്രസ്വമായി തന്നെ മുൻപോട്ട് പോവുകയാണ്. എനിക്ക് ഏറ്റവും ആശ്വാസത്തോടെ ഏവരുമായി പങ്കിടാനുള്ളത് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ കൂടെ, അത് വെളിപ്പെടുത്തിയ ഫലങ്ങളിൽ കൂടെ ഭാരതത്തെ ഏതാണ്ട് 10 വർഷം കൊണ്ട് മൂടിയിരുന്ന, ശ്വാസം മുട്ടിച്ചിരുന്ന ഭീതിയുടെ അവസ്ഥ, വാതാവരൺ, ദ എൻവയൺമെൻറ്റ് ഓഫ് ഫിയർ, ദ ഇക്കോ സിസ്റ്റം ഓഫ് ഫിയർ നമ്മൾ പറയത്തില്ലേ, അത് ഏതാണ്ട് അത്ഭുതകരമായി ഒരു മന്ത്രം ചൊല്ലിയതുപോലെ, അല്ലെങ്കിൽ ആകാശം കാർമേഘ ഭരിതമായിരുന്നപ്പോൾ ഒരു ശക്തിയേറിയ കാറ്റ് ഈ കാർമേഘ പടലങ്ങളെ അടിച്ച് അങ്ങ് ദൂരെ എങ്ങോ കൊണ്ട് കളഞ്ഞതുപോലെ പുതിയ സൂര്യപ്രകാശം കാണാനൊരു ജനതയ്ക്ക് അവസരം ലഭിച്ചതുപോലെയുള്ള ആശ്വാസമാണ് ഇന്ന് ഭാരതത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആകമാനം സ്ഥിതി ചെയ്യുന്നത് എന്നത് വളരെയധികം സന്തോഷത്തിന് കാരണമാണ്. ഇത് വിശദമായി പരാമർശിക്കുവാൻ സമയം അനുവദിക്കുകയില്ല എങ്കിലും ഏവരും തിരിച്ചറിയേണ്ട ഐതിഹാസികമായ ഒരു മർമ്മം ഇതിലടങ്ങിയിരിക്കുന്നത് കൊണ്ട് അതിനെപ്പറ്റി 2 വാക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്കറിയാം, 2013-2014 കാലഘട്ടത്തിൽ ശ്രീ നരേന്ദ്രമോദി തൻ്റെ നാഷണൽ ലെവൽ പൊളിറ്റിക്കൽ കരിയർ ആരംഭിക്കുന്നത് വികസനം 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 എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ടാണ്. അപ്പോൾ വികസിക്കുക എന്ന് പറഞ്ഞാൽ അത് പലർക്കും പല വിധത്തിലാണ് അത് അനുഭവപ്പെടുന്നത്. പട്ടിണിപ്പാവങ്ങളായ ബഹുഭൂരിപക്ഷം വരുന്ന ഭാരതത്തിലെ ജനത വികസനം കൊണ്ട് പ്രതീക്ഷിച്ചത് അവർക്ക് 3 നേരം ആഹാരമുണ്ടാകണം, നടുവൊടിയാതെ ജീവിക്കണം, വരുന്ന തലമുറയ്ക്ക് കണ്ണ് തുറക്കത്തക്കവണ്ണം അല്ലെങ്കിൽ നല്ലൊരവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാകുന്ന വിധത്തിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം, ആരോഗ്യപരമായ അവരുടെ കാര്യങ്ങൾ നിർവഹിക്കത്തക്കവണ്ണം ഒരു സാഹചര്യം ഉണ്ടാകണം. ഈ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കോടിക്കണക്കിന് ആളുകൾ മോദിയുടെ ഈ വാക്കുകളെ കണ്ണുമടച്ച് വിശ്വസിച്ച് വളരെ ആവേശത്തോടുകൂടെ സകാരാത്മകമായി പ്രതികരിച്ചതിൽ യാതൊരു അത്ഭുതവുമില്ല. മനുഷ്യൻ്റെ വിശപ്പ് എത്ര ഭീകരമാണ് എന്നത് വിശപ്പ് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാൻ സാധ്യമാകുകയുള്ളൂ. പോളണ്ടിൽ ജനിച്ച് അവസാനം ഇംഗ്ലണ്ടിൻ്റെ പൗരനായി തീർന്ന ഒരു എഴുത്തുകാരനുണ്ട്, നോവലിസ്റ്റുണ്ട്, ജോസഫ്
കുർസീനിയോവ്സ്കി കോൺറാഡ് എന്ന് പറയും. ജോസഫ് കോൺറാഡ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ലോർഡ് ജിം എന്ന് പറയുന്ന നോവലിൽ വിശപ്പിനെ പറ്റി ഒരു ചെറിയ ഒരു പരാമർശമുണ്ട്. ഞാനത് 50 വർഷങ്ങൾക്ക് മുൻപ് വായിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ തീ കൊണ്ട് എഴുതിയതുപോലെ ഇരിപ്പുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: ദ ബ്രൂഡിങ് ഫെറോസിറ്റി ഓഫ് ഹങ്കർ. മനസ്സിലാക്കണം, കാണാതെ പഠിക്കേണ്ട വാക്കുകളാണ്. ദ ബ്രൂഡിങ് ഫെറോസിറ്റി ഓഫ് ഹങ്കർ. അത് മാത്രം പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ജനതയുടെ മുൻപിലൊരു പ്രത്യാശ വെക്കുകയാണ്. നിങ്ങളിപ്പോൾ പട്ടിണിയിൽ, സാമ്പത്തികമായ പരാധീനതയിൽ ശ്വാസം മുട്ടി നിൽക്കുന്നു, ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു നാളെ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ ആവേശഭരിതരായി അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ യാതൊരു അതിശയവുമില്ല. പക്ഷേ ഈ 10 വർഷം കൊണ്ട് അതിന് ഗണ്യമായ മാറ്റം വന്നില്ല എന്ന് മാത്രവുമല്ല, കൂടുതൽ ആളുകൾ പട്ടിണിയിലേക്ക് വഴുതിപ്പോയി അവർ ഗതിമുട്ടി നിൽക്കുന്നു. മോദിയുടെ ഒരു പരസ്യത്തിൽ പറയുന്നത് താൻ 800 മില്യൺ ആളുകൾക്ക്, അതായത് 80 കോടി ആളുകൾക്ക് മാസം 5 കിലോ ഫ്രീ റേഷൻ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഫ്രീ റേഷന് വേണ്ടി ക്യൂ നിൽക്കുന്നവർ പട്ടിണി പാവങ്ങളാണ്. അപ്പോൾ പ്രോപ്പഗൻഡയിൽ പറയും എല്ലാവരും പുരോഗമനത്തിൻ്റെ സ്വർഗത്തിലെത്തിയിരിക്കുന്നു എന്ന് പറയുകയും അതിനുശേഷം പറയുന്നത് 80 കോടിയിൽ പരം ആളുകൾ, 80 കോടി എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ എത്ര ടോട്ടൽ ആളുകളുണ്ടോ അതിൻ്റെ 2 ഇരട്ടിയാണ്. അമേരിക്കയിൽ 40 കോടി ആളുകളാണ്. അതിൻ്റെ 2 ഇരട്ടിയാണ് ഇവിടെ 5 കിലോ റേഷന് വേണ്ടി ക്യൂ നിൽക്കുന്നത്. ഇത് പറയുമ്പോൾ ആളുകൾ എത്ര പുറകോട്ട് പോയി. പക്ഷേ അതുമല്ല എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഈ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പുരോഗമനം പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ ഒരു വലിയ യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറ്റി സ്ഥാപിക്കുകയുണ്ടായി. അത് അവർ അടിമത്വത്തിലേക്ക് വഴുതിപ്പോകുന്നു എന്നതാണ്. ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് വളരെ ഊന്നലോടുകൂടെ പറയാനുള്ളത്, ചരിത്രത്തിലാകമാനം സ്വേച്ഛാധിപതികളായ ആളുകൾ ജനങ്ങളെ വശീകരിച്ചത് അവർക്ക് അപ്പം നൽകാം, എന്നാൽ അതിനുവേണ്ടി അവരുടെ സ്വാതന്ത്ര്യം അവർ അടിയറ വെക്കണം. നിങ്ങൾക്ക് അപ്പം വേണമോ സ്വാതന്ത്ര്യം വേണമോ? ദാരിദ്ര്യത്തിൽ ആണ്ടുപോകുന്ന അല്ലെങ്കിൽ തലമുറകളോളം പട്ടിണിയിൽ കിടന്ന് ശ്വാസം മുട്ടുന്ന ആളുകൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദ ബ്രൂഡിങ് ഫെറോസിറ്റി ഓഫ് ഹങ്കർ, അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് അപ്പം മതിയേ, സ്വാതന്ത്ര്യം വേണ്ട എന്ന് പറയും. അങ്ങനെയുള്ള ഒരു മർമ്മം കഴിഞ്ഞ 10 വർഷം പ്രത്യേകിച്ച് ഭാരത രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഈ കാലമത്രയും, ഈ 10 വർഷം കൊണ്ട് ജനം തിരിച്ചറിഞ്ഞൊരു കാര്യം, എത്ര അപ്പം ഉണ്ടെങ്കിലും വയറ് പൊട്ടിത്തെറിക്കത്തക്കവണ്ണം അപ്പം കൊണ്ട് നിറച്ചാലും സ്വാതന്ത്ര്യമില്ലെങ്കിൽ മനുഷ്യനാകുകയില്ല, സ്വാതന്ത്ര്യമില്ലാത്തവൻ മരിക്കുന്നതാണ് നല്ലത് എന്ന ഒരു യാഥാർത്ഥ്യം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭാരതത്തിലെ ജനം പൂർവാധികമായ വ്യക്തതയോട് തിരിച്ചറിഞ്ഞു എന്നതാണ്. അതാണ് ഈ ഒരു ഇലക്ഷനിൽ കൂടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വില കൊടുത്തിട്ടല്ല അപ്പം അല്ലെങ്കിൽ ആഹാരം ആർജിക്കേണ്ടത്. മനുഷ്യന് അപ്പവും സ്വാതന്ത്ര്യവും ഒന്നുപോലെ ആവശ്യമാണ്, അത്യാവശ്യമാണ്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിച്ചുകൊണ്ട് അവൻ്റെ വായിൽ അപ്പം ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് അധിക ആളുകൾക്ക് ജനങ്ങളെ നിയന്ത്രിക്കാൻ സാധ്യമല്ല എന്നത് ചരിത്രം പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. എങ്കിലും എന്തുകൊണ്ടോ ആ വലിയ സത്യം മനസ്സിലാക്കാൻ മിടുക്കരായ ആളുകൾ മനസ്സ് കാണിക്കാത്തത് കൊണ്ട് ആ ചരിത്രം വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതാണ് ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാൻ. മനുഷ്യൻ സ്വാതന്ത്ര്യ പ്രേമിയാണ്. അവൻ്റെ സ്വാതന്ത്ര്യം അടിയറ വെച്ച് ഒരു നേട്ടവും കൈവരിപ്പാൻ ആത്യന്തികമായി അവന് മനസ്സുണ്ടാകുന്നതല്ല. ഇത് വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കൂടുതൽ പറയാനുണ്ട്, പക്ഷേ സമയം അനുവദിക്കുന്നില്ലല്ലോ. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഇലക്ഷനിൽ കൂടെ ഭാരതത്തിലെ ജനായത്ത സ്ഥാപനങ്ങൾക്ക് ഒരു പുതിയ
പുലരി പുറന്നിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭാരതത്തിലെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, ജനായത്ത സ്ഥാപനങ്ങളെ, പാർലമെൻ്റാണെങ്കിലും ജുഡീഷ്യറി ആണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും ഇവയൊക്കെയും ഒന്നൊന്നായി കീഴടങ്ങിക്കൊണ്ടേയിരിക്കുന്ന മർമ്മഭേദകമായ ഒരു കാഴ്ചയാണ് നാം കണ്ടത്. ജുഡീഷ്യറി ഇപ്പോഴും ധൈര്യം പൂണ്ട് എങ്ങനെയോ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാമെങ്കിലും വലിയ വലിയ മാറ്റങ്ങൾ ജുഡീഷ്യറിയിൽ വന്നു കഴിഞ്ഞു എന്നത് ഒരു സത്യം തന്നെയാണ്. അപ്പോൾ ഇത് ഭാരതത്തിൽ നിറഞ്ഞു നിന്ന ഭീതിയുടെ ഭയമായി സംഭവിച്ചതാണ്. മാത്രവുമല്ല, സ്വച്ഛാധിപതികളായ എല്ലാവരും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ അവിടെ ചൊൽപ്പടിക്ക് കൊണ്ടുവരുവാൻ എക്കാലത്ത് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് റോമൻ എംപയർ. റോമൻ ചക്രവർത്തി സീസർ എങ്ങനെയാണ് 3 ഭൂഖണ്ഡങ്ങളിലായി പരന്നു കിടന്ന റോമൻ സാമ്രാജ്യത്തെ നിയന്ത്രിച്ച് എന്ന് നിങ്ങൾക്കറിയാമോ? ചരിത്രം നമ്മെ അറിയിക്കുന്നത് 3 കാര്യങ്ങളെ നിയന്ത്രിച്ചിട്ടാണ് റോമൻ ചക്രവർത്തി ഈ വലിയ വലിയ സാമ്രാജ്യത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിയന്ത്രണം സ്ഥാപിച്ചത്. അതൊന്ന് ആർമി. ആർമിയിൽ സാധാരണ പടയാളികളായി യുദ്ധം ചെയ്യാൻ റോമാക്കാരല്ലാത്തവർക്ക് അവകാശമുണ്ടായിരുന്നുവെങ്കിലും ആർമിയുടെ എല്ലാ ഓഫീസേഴ്സും റോമൻ സിറ്റിസൺസ് മാത്രമേ ആകുമായിരുന്നുള്ളൂ. അവർ നേരെ സീസറിൻ്റെ ആജ്ഞാനുവർത്തികളായിരിക്കും. 1. 2, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ്. താണ തസ്തികകളിൽ നോൺ റോമൻ ആളുകൾക്ക്, റോമാക്കാർ അല്ലാത്തവർക്ക് നിയമനം ലഭിച്ചിരുന്നു, എംപ്ലോയ്മെൻറ്റ് ലഭിച്ചിരുന്നുവെങ്കിൽ അതിൽ കാതലായ പോസ്റ്റുകളിൽ റോമൻ പൗരന്മാരെ മാത്രമേ നിയമിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് പല BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയത്തിൽ ജനപ്രതിനിധികളായ ഒരു മുസ്ലിമിനെയും സ്വീകരിക്കുകയില്ല എന്ന് വരുന്നത്? എന്തുകൊണ്ടാണ് സുപ്രീം കോടതി പോലെയുള്ള ഹൈക്കോടതികളിൽ പോലും ജഡ്ജികളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഒരു പ്രത്യേകമായ മർമ്മം തെളിഞ്ഞു വരുന്നത് എന്താണ്? ഞാനത് കൂടുതൽ വിശദമായി പറയുന്നില്ല. എന്തുകൊണ്ടാണ് ലാറ്ററൽ എൻട്രി, അതായത് ബ്യൂറോക്രസിയിൽ ലാറ്ററൽ എൻട്രി, അതായത് IAS സിവിൽ സർവീസ് എക്സാം അങ്ങനെയൊന്നും വേണ്ട, ഞങ്ങൾ തിരഞ്ഞെടുത്തോളാം, അതിൽ മുസ്ലിംസ് എത്ര പേരുണ്ട് അല്ലെങ്കിൽ ദളിത്സ് എത്ര പേരുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ വളരെ തന്ത്രപരമായി ചരിത്രം വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങൾ പരിഗണിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ രണ്ടാമത്തെ മർമ്മം, ഈ ഭരണകൂടം, ഭരണചക്രം തിരിക്കുന്ന ആളുകൾ, അതിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെയും തങ്ങളുടെ തന്നെ ആളുകളായിരിക്കണം എന്ന നിർബന്ധം. മൂന്നാമതായി ജുഡീഷ്യറി. ഒരു ജഡ്ജായി സേവനം അനുഷ്ഠിക്കണമെങ്കിൽ റോമൻ പൗരന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ യേശുവിൻ്റെ ചരിത്രം നോക്കുമ്പോൾ യഹൂദ നാട്ടിൽ നിയമം പാലിക്കാനായി നിയമിക്കപ്പെട്ടത് പൊന്തിയോസ് പീലാത്തോസാണ്. അദ്ദേഹം റോമൻ സിറ്റിസനാണ്. എന്നാൽ ഒരു യഹൂദനെ അവിടെ വെക്കാനൊക്കത്തില്ല. അത് റോമിനോടുള്ള കൂറ് പാലിക്കും എന്ന നിശ്ചയമുള്ള പൊന്തിയോസ് പീലാത്തോസിനെ മാത്രമേ ഒരു ജഡ്ജിൻ്റെ സ്ഥാനത്ത് വെക്കുകയുള്ളൂ. ഇതൊക്കെ വളരെ വ്യക്തമായ ധാരണകൾ. ഇതൊക്കെ ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഇടയിൽ കഴിഞ്ഞ 10 വർഷം സംഭവിച്ച കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കുമ്പോൾ വളരെ ആസ്വാദ്യകരവും അതേസമയം ഭയാനകവുമായ പല സത്യങ്ങളും തെളിഞ്ഞു വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബൃഹത്തായ ആ ഭാഗവും ഞാനങ്ങ് ചുരുക്കുകയാണ്. പാർലമെൻറ്റ് നമുക്കറിയാം, പല നിയമങ്ങളും യാതൊരു വിധത്തിലുള്ള ഡിസ്കഷൻസും ഇല്ലാതെ അടിച്ച് ഏൽപ്പിക്കുകയാണ്. ഇപ്പം കർഷകർക്ക് വലിയ വലിയ പ്രതിഷേധം തോന്നുവാനിടയാക്കിയ ഫാം ലോസ്, 3 കാർഷിക നിയമങ്ങൾ, അതിനെപ്പറ്റി യാതൊരു ഡിസ്കഷനും ഇല്ലാതെ റാം റോഡ് അടിച്ച് ഏൽപ്പിക്കുകയാണ്. ഇപ്പം കഴുതയെ അടിക്കുന്നത് പോലെ ഒരു രാജ്യത്തെ അടിച്ചാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പാർലമെൻറ്റിൽ ഒരു ജനായത്ത രീതി അടങ്ങുന്ന ഒരു ഡിബേറ്റ് ഏതാണ്ട് 100% നശിപ്പിച്ച് കളഞ്ഞു.
അത് പാർലമെൻറ്റിന് ഒരു പുതുജീവൻ ലഭിക്കും, ജുഡീഷ്യറിക്ക് ഒരു പുതിയ അഭിമാനമുണ്ടാകും. അതുപോലെ തന്നെ ഭരണം കൈയാളുന്ന ആളുകൾ കുറച്ചുകൂടെ ജനങ്ങളെപ്പറ്റി ചിന്തിക്കും. എ മോർ പീപ്പിൾ ഫ്രണ്ട്ലി കൾച്ചർ ഓഫ് ഗവേണൻസ് ഉണ്ടാകും ഈ ഇലക്ഷൻ കൊണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളെ വഞ്ചിച്ച് വാക്കുകളുടെ ഭംഗി കൊണ്ട് മാത്രം അവരെ വാഗ്ദാനങ്ങൾ നൽകി മുൻപോട്ട് കൊണ്ട് മാത്രം നൽകുകയും ജീവിത യാഥാർത്ഥ്യത്തിൽ അവർ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഈ ഒരു വഞ്ചനയുടെ രാഷ്ട്രീയം, ബ്ലാക്ക് മെയിലിൻ്റെ രാഷ്ട്രീയം അവസാനിക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ആകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ ബി ആൻഡ് വിൽ ബി റിവൈവ്ഡ്. ഇതൊരു വലിയ നേട്ടമാണ്. ഇത് സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് ഭാവിയില്ല, ഈ രാജ്യം നശിച്ചു പോകും. അതുപോലെ തന്നെ മീഡിയ, നമുക്കറിയാം മീഡിയ എത്രമാത്രം അധപ്പതിച്ചു പോയി എന്നുള്ളത്. വാസ്തവത്തിൽ ഞാനൊരു കാലത്ത് ന്യൂസ് പേപ്പറുകൾ ആവേശത്തോടെ വായിക്കുകയും ആ വായിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിടുകയും പല പേപ്പർ കട്ടിങ്ങും അത് ശാസ്ത്രീയമായി ഫയൽ ചെയ്യുകയും റെഫർ ചെയ്യുന്നതിന് വേണ്ടി. ഇപ്പോൾ എനിക്ക് ന്യൂസ് പേപ്പർ കണ്ടാൽ എൻ്റെ ഉള്ളിൽ തിളയ്ക്കുകയാണ്. ഞാൻ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ടെലിവിഷനിൽ ഒരു ന്യൂസ് ബുള്ളറ്റിൻ കാണുന്നത്. കാരണം ഇത് മുഴുവനും യാഥാർത്ഥ്യങ്ങളുടെ ഒരു കൂമ്പാരമാണ്. മീഡിയ എന്നതിൽ പണ്ടത്തെ മാധ്യമപ്രവർത്തനം, ജേർണലിസം 1% പോലുമില്ല. ഇത് മുഴുവൻ അസത്യവും വഞ്ചനയും ഒരു ജനതയെ അവിടെ കണ്ണുകെട്ടി കയത്തിലേക്ക് നടത്തിക്കൊണ്ടുപോകുന്ന പരിപാടിയാണ്. അതിന് ഒരു മാറ്റം വരും എന്ന ഒരു പ്രതീക്ഷ ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് എന്നിൽ ഉളവാക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽ ബി റിവൈവ്ഡ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ഞെട്ടലോടുകൂടെയാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് നിലനിൽക്കുന്ന ഒരു ഇലക്ഷൻ 2024 നടത്തുന്നതിൽ ഇലക്ഷൻ കമ്മീഷൻ പരാജയപ്പെട്ടു പോയി എന്നതാണ് എൻ്റെ നിഗമനം. നിങ്ങൾ അതിനെപ്പറ്റി എങ്ങനെ കാണുന്നു എന്ന് അത് നിങ്ങളുടെ ചുമതലയാണ്. വാസ്തവത്തിൽ വളരെ അധികം നിരാശയോടും അതിലേറെ ധർമ്മരോഷത്തോടും കൂടെയാണ് ഈ കഴിഞ്ഞ 2 മാസം ഇലക്ഷൻ കമ്മീഷൻ, ഭാരതത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നത് ഞാൻ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ ഒരു കാര്യത്തിൽ ഞാൻ ആശ്വസിക്കുന്നു. അതായത് ഈ ഇലക്ഷനിൽ പ്രതീക്ഷിച്ച റിസൾട്ട് ഉണ്ടാകുന്ന വിധത്തിൽ ഇലക്ഷൻ പ്രക്രിയകളെ ദുരുപയോഗം ചെയ്തില്ല എന്നതിന് നാം എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. വി ആർ ഗ്രേറ്റ്ഫുൾ ടു ദി ഇലക്ഷൻ കമ്മീഷൻ that it did not go to the extent of manipulating the election process so as to bring about a desired predetermined outcome. പാകിസ്ഥാനിൽ നടന്നതുപോലെ നമ്മൾ പാകിസ്ഥാനായില്ലല്ലോ, ആ അവസ്ഥയായില്ലല്ലോ എന്ന് പാകിസ്ഥാനെ പറ്റി ദുഃഖത്തോടെ ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്നതല്ലേ ഞാൻ പറയുകയാണ്. അവിടെയും എൻ്റെ സഹോദരങ്ങളാണ്. പക്ഷേ പാകിസ്ഥാനിലെ ഇലക്ഷൻ കമ്മീഷനെ പോലെ ലോകത്തെവിടെയും ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥന എനിക്കുണ്ട്. ഭാരതത്തിലെ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ആയിപ്പോകരുതേ, അങ്ങനെ ആകുമോ എന്നൊരു ഭീതി എന്നിലുണ്ടായിരുന്നു. അത് തൽക്കാലം ആ ഭീതി അസ്തമിച്ചു എന്നോർത്ത് ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. അപ്പോൾ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ ബി റിവൈവ്ഡ്. മൂന്നാമതായിട്ട് ഈ ഒരു ഇലക്ഷനിൽ കൂടെ ഭാരതത്തിൻ്റെ വൈവിധ്യങ്ങൾ, ഭാരതത്തിൻ്റെ സൗന്ദര്യമായ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എല്ലാം ഒന്ന് ഇന്ത്യ മഹാരാജ്യം വൈവിധ്യങ്ങളുടെ ഒരു തൃശ്ശൂർ പൂരമാണ്. ആ വൈവിധ്യങ്ങൾ മാറ്റിവെച്ചാൽ ഇന്ത്യ രാജ്യം ഒരു ശ്മശാന ഭൂമിയായി പോകും. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. എന്നാൽ എന്തുകൊണ്ടോ അത് നശിപ്പിച്ചേ അടങ്ങൂ. ഏകത്വം എന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ
ഞാനല്ലാതെ മറ്റാരും ഇല്ലാതിരിക്കുന്നതാണ് ഏകത്വം എന്ന് പറയുന്നത് ഒരു വലിയ രാഷ്ട്രീയ ഭ്രാന്താണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഭാരതത്തിൽ നിന്ന് അനേകത്വം ഒരിക്കലും തുടച്ചു നീക്കാൻ സാധ്യമല്ല എന്നതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ഞാൻ ഇലക്ഷനിൽ കാണുന്നത്. ഇപ്പം നിങ്ങളെനിക്ക് 400 സീറ്റുകൾ നൽകണം, കാരണം ഞാനല്ലാതെ മറ്റൊരു നേതാവ് ഇവിടെ ഉണ്ടാകരുത്. ബാക്കിയുള്ളവരെല്ലാം, ഞാൻ പറയുന്നതിനോട് വിയോജിക്കുന്നവരെല്ലാം തുടച്ചു നീക്കപ്പെടണം എന്ന ഒരു ലക്ഷ്യത്തോടുകൂടെ ഈ ഒരു എവറസ്റ്റ് കയറാൻ ശ്രമിച്ചപ്പോൾ പൂർവാധികമായി അനേക പാർട്ടികളെ വളരെ ഭവ്യതയോടുകൂടെ ആശ്രയിച്ച് മാത്രമേ ഭരണം കൈയാളാൻ സാധ്യമാകുകയുള്ളൂ എന്നൊരവസ്ഥ ഈ രാജ്യത്തിൻ്റെ നന്മയാണ് അങ്ങനെ സൃഷ്ടിച്ചു വെച്ചത്. ഈ രാജ്യത്തിന് ഒരു നല്ല ഭാവിയുണ്ട് എന്നതിൻ്റെ തെളിവതാണ്. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത ഇനിയും നിലനിൽക്കും എന്ന ആശ്വാസം അതിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ഇന്ത്യ ഈസ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഈ യൂണിറ്റി എന്താണ്, യൂണിഫോമിറ്റി എന്താണെന്ന് എന്തുകൊണ്ടോ ശ്രീ നരേന്ദ്രമോദിക്കും അമിത് ഷായ്ക്കും മനസ്സിലാകുന്നില്ല. അവിടെ വിചാരം യൂണിറ്റിയും യൂണിഫോർമിറ്റിയും ഒന്നാണെന്നാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തട്ടെ, അനേകത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഏകത്വം ഉണ്ടാകുകയുള്ളൂ. there must be diversity so that there is unity. എന്നാൽ യൂണിഫോമിറ്റി ആണെങ്കിൽ അനേകമായിട്ടൊന്നും ഉണ്ടാകരുത്. യൂണിഫോമിറ്റി മീൻസ് there is only one. അതുകൊണ്ടാണ് ഏക രാഷ്ട്രം, ഏക നേതാവ്, ഏക മതം, ഏക ഭാഷ, ഏകമായ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കും. അങ്ങനെ സാധ്യമല്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ദ ലോ ഓഫ് ഹിസ്റ്ററി, ദ ലോ ഓഫ് നേച്ചർ, ദ ലോ ഓഫ് ലൈഫ്. അപ്പോൾ ആ ഒരു വലിയ അബദ്ധത്തിൽ നിന്ന് നാം രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് നമുക്ക്, വാസ്തവത്തിൽ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം ഇടപെട്ടു എന്ന് മാത്രമേ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ. മൂന്നാമതായിട്ട് എൻ്റെ ഒരു നല്ല സാധ്യത ഞാനകത്ത് കാണുന്നത്, ഗവർണൻസ് വിൽ ബിക്കം ഓഫ് പീപ്പിൾ ഫ്രണ്ട്ലി. അപ്പോൾ നരേന്ദ്രമോദി തൻ്റെ നാഷണൽ ഇന്നിങ്സ് ആരംഭിച്ചപ്പോൾ ലെസ് ഗവൺമെൻറ് മാക്സിമം ഗവർണൻസ് എന്നൊക്കെ പറഞ്ഞു. ഈ മിനിമം ഗവൺമെൻറ് മാക്സിമം ഗവർണൻസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാം? ഭരണം എന്ന് പറയുന്നത് ജനം അവിടെ തന്നെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അവിടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു വലിയ മാർജിൻ ഇട്ടുകൊണ്ടായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്നതെന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ അതിനുശേഷം നമ്മൾ കണ്ടത് എന്താണ്? ജനങ്ങളെല്ലാം ഒരു കൂട്ടം ആട്ടിൻപറ്റം പോലെ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളുടെ കൂട്ടം പോലെ അതിനെ മുമ്പോട്ട് അടിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു വ്യക്തിയുടെ മാത്രം ഒരു വ്യക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഈ രാജ്യം എങ്ങോട്ട് പോകണമെന്ന്. കാരണം അദ്ദേഹം യുഗ പ്രതിഭയാണ്, അദ്ദേഹം ദൈവ തുല്യമായ നേതൃത്വമാണ്. ബയോളജിക്കൽ ബർത്ത് അല്ല, പരമാത്മാവ് പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ മറ്റാർക്കും ഇതിനകത്തൊരു അഭിപ്രായം പോലും പറയാൻ സാധ്യമല്ല. അങ്ങനെ അഭിപ്രായം പറയുന്നവരെ അടിച്ചമർത്തും എന്ന വിധത്തിൽ കാര്യങ്ങൾ വഷളായിക്കൊണ്ടേയിരുന്നപ്പോൾ അതിന് വലിയൊരാശ്വാസം വരത്തക്കവണ്ണം ദിസ് ഇലക്ഷൻ ഹാസ് പേവ്ഡ് ദ വേ ഫോർ എ മോർ പീപ്പിൾ ഫ്രണ്ട്ലി സ്റ്റൈൽ ഓഫ് ഗവർണൻസ്. ജനങ്ങളുടെ താല്പര്യത്തെ അവഗണിച്ചുകൊണ്ട് ഇനിയും മോദിക്കോ മറ്റൊരു നേതാവിനോ, മോദിക്കോ രാഹുൽ ഗാന്ധിക്കോ ആർക്കും ആയിക്കൊള്ളട്ടെ, മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല എന്നത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു ജനറൽ ഇലക്ഷനാണിത്. അത് തന്നെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് അഭിമാനം കൊണ്ട് നിറയുകയാണ്, പ്രത്യാശ കൊണ്ട് അത് പ്രശോഭിതമായി തീരുകയാണ്. നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഇലക്ഷനിൽ കൂടെ നമ്മുടെ സാമൂഹികമായ ആരോഗ്യം, സോഷ്യൽ ഹെൽത്ത് വളരെയധികം മെച്ചപ്പെടും. നിങ്ങൾക്കറിയാൻ, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭാരതത്തിൻ്റെ മനസാക്ഷിയിൽ കുത്തിച്ചെലുത്തിയ വെറുപ്പ്, അതിൻ്റെ വിഷം, അകൽച്ചയുടെ പകർച്ചവ്യാധി, മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിൽ കടന്നുകൂടിയ അംശങ്ങൾ, രണ്ട് കൂട്ടർ അടുത്ത് വന്നാൽ അതിൽ പാമ്പിൻ്റെ വിഷം എന്താണ് കാളകൂട നിറയുന്നത് പോലെ ആക്കി വെച്ചു.
ഒരു രാജ്യത്തിന് മുൻപോട്ട് പോകണമെങ്കിൽ അതിനകത്ത് ആത്മീയമായ ഒരു ഐക്യമുണ്ടാകണം. എ സെൻസ് ഓഫ് ബീയിങ് വൺ, എ സെൻസ് ഓഫ് എ ഷെയർഡ് ഡെസ്റ്റിനി. അതിന് പകരം പണ്ട് കോളനി വാഴ്ച നടത്തിയ ആളുകൾ ഈ രാജ്യത്തെ രണ്ട് കൂട്ടം ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമ്മിൽ തല്ലിച്ച് ഞങ്ങളുടെ മുഖം അവരുടെ മേൽ വെച്ചുകൊണ്ട് ചരിത്രം അവസാനിക്കുന്നവരെയും മിടുക്കരായിക്കൊള്ളാം എന്ന കാഴ്ചപ്പാടിലാണ് സ്വതന്ത്ര ഭാരതത്തെ മുമ്പോട്ട് നയിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഭ്രാന്തിനേക്കാൾ വലുതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ അവർ വലിയ ശാപത്തിനിത അറുതി വന്നിരിക്കുന്നു. ഭാരതത്തിലെ എല്ലാ ജനക്കൂട്ടങ്ങളും ആത്യന്തികമായ ഒന്നാണ്. ഇത് നമ്മുടെ ഭവനമാണ്. ഹൃദയംഗമമായി ഭാരതത്തെ സ്നേഹിക്കുക നമ്മുടെ കടമയാണ്. ഭാരതത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ എല്ലാ വ്യക്തികളെയും സ്നേഹിക്കുക. ആ ഒരു കാഴ്ചപ്പാട് ഏതാണ്ട് നശിച്ചു പോയി, എന്നേക്കുമായി എൻ്റെ ജീവിതകാലത്ത് തിരിച്ചു വരികയില്ല എന്ന് ഭയന്നിരുന്നപ്പോഴാണ് ഈ ഇലക്ഷനിൽ കൂടെ ഒരു പുതിയ സൂര്യോദയം ഉണ്ടായതെന്ന സന്തോഷത്തോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ക്രിസ്തുനാഥൻ. ആ രാഷ്ട്രീയമാണ്. എനിക്ക് മറ്റൊരു രാഷ്ട്രീയവും സ്വീകാര്യമല്ല. ഞാൻ സംഘപരിവാറിലുള്ള എല്ലാവരെയും സ്നേഹിക്കുന്നു. സത്യമായി ഞാനത് ഭംഗിയാക്കി പറയുന്നതല്ല. ഞാൻ മോദിയെ സ്നേഹിക്കുന്നു. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്ത മാർഗത്തിൽ കാര്യമായ അപാകതകളുണ്ട്. ശ്രീ നരേന്ദ്രമോദിയിലുള്ള വലിയ സാധ്യതകൾ ഞാൻ എക്കാലത്തും അംഗീകരിച്ചിട്ടുണ്ട്, പരസ്യമായി ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ പറയുന്നു. അദ്ദേഹത്തിൽ ചില തിരുത്തലുകൾ വന്നാൽ ഈ രാജ്യത്തിന് വളരെയധികം നന്മ ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിത്വമാണ്. പക്ഷേ എന്തുകൊണ്ടോ ഒരു വലിയ പാളിച്ചയുണ്ടായിപ്പോയി. സങ്കടത്തോടെയാണ് ഞാനത് ഓർക്കുന്നത്. അദ്ദേഹത്തോട് ചില അവസരങ്ങളിൽ ഇടപെടുവാനും സംസാരിക്കുവാനും ആശയവിനിമയം നടത്തുവാനും അവസരം ലഭിച്ചൊരു വ്യക്തി എന്ന നിലയിൽ, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം കുറച്ച് ചിന്തിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം മരിക്കുന്നതുവരെയും ഭാരതം ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി, ഒരു നേതാവായി നിലനിൽക്കുവാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള പൊതുവായ ധാരണ തികച്ചും നിഷേധാത്മകമാണ്. അദ്ദേഹത്തിന് ചുറ്റുമുള്ള സ്തുതിപാടുകരെ മാറ്റി നിർത്തിയാൽ ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ശതകോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഇമേജിനെ ഊതി വലിപ്പിച്ച് കൊണ്ടുവന്നു. ഇത് ബലൂൺ പോലെ പൊട്ടിപ്പോയി. സങ്കടമാണത്. അങ്ങനെ വരാതിരുന്നിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ ഈ പലവിധമായ രീതിയിൽ ഭാരതത്തിൻ്റെ സോഷ്യൽ ഹെൽത്ത് നശിപ്പിച്ചു കളഞ്ഞു. അതിൻ്റെ ഒരു ഭാഗമാണ് സാമ്പത്തികം. പണമുള്ളവർ കൂടുതൽ ധനവാന്മാരായി, പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരത്വത്തിലേക്ക് പോയി. ഈ ഒരു സാമൂഹ്യമായ അസന്തുലിത, സോഷ്യൽ ഡിസ്ഇക്വിലിബ്രിയം ഒരു രാജ്യത്തിനും ഒരു സമൂഹത്തിനും നന്നല്ല. ഇവിടെ വലിയ അങ്കലാപ്പുണ്ടാകും. അരാജകത്വം കൊണ്ട് നിറയും ഈ നാട്. ഇതിന് മാറ്റം വന്നേ മതിയാകുകയുള്ളൂ. ഇതറിഞ്ഞിട്ടാണ് 2009 തോന്നുന്നു ശ്രീ ഡോക്ടർ മൻമോഹൻ സിംഗ് ഭാരതത്തിൻ്റെ വികസനത്തിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങൾ, അതിൻ്റെ വിഭവങ്ങൾ, ഭാരതത്തിൽ ഇന്ന് പ്രയാസത്തിലിരിക്കുന്ന ജനത, അദ്ദേഹം 6 കൂട്ടരെ പറ്റി പറയുന്നുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, OBCs, ചിൽഡ്രൻ, വിമൻ ആൻഡ് മൈനോറിറ്റീസ്. 6 അതെല്ലാം വളച്ചൊടിച്ച് അസത്യത്തിൻ്റെ താറടിച്ച് മോദി അവതരിപ്പിച്ചതെന്താണ്? ഈ നാട്ടിലെ സ്വത്ത് മുഴുവനും കൂടുതൽ പിള്ളേരെ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്ക് കൊടുക്കും. ഇത്രമാത്രം കള്ളം പറയാൻ മനുഷ്യൻ്റെ നാവ് വണങ്ങുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ അതിശയിച്ചു പോയി. വാസ്തവത്തിൽ അതൊരു മനുഷ്യൻ്റെ മനസ്സിൽ വന്ന വൈകല്യത്തിൻ്റെ പ്രകടനമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് വിത്ത് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയും, സാമൂഹ്യനീതി. അത് വേണ്ടത് എന്തിനാണ്? ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനാണ്. ടു പ്രിസർവ് ദ സോഷ്യൽ ഹെൽത്ത് ഓഫ് എ പീപ്പിൾ. അത് ഉപേക്ഷിച്ച് കളഞ്ഞാൽ ഒരു രാജ്യം അരാജകത്വത്തിലേക്ക് പോകും. ആ രാജ്യത്തിന് ഭാവി ഉണ്ടാകുകയില്ല എന്നത് എന്തുകൊണ്ടോ നരേന്ദ്രമോദിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന് ചുറ്റുമുള്ള അദ്ദേഹത്തിൻ്റെ ഉപദേശക വൃന്ദത്തിനും മനസ്സിലാകുന്നില്ല. എല്ലാവരും വലിയ സമർത്ഥരാണ്, പക്ഷേ അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്കുണ്ട്. അവർ പണ്ഡിതന്മാരെന്ന് നടിച്ചിരിക്കെ പാമരരായിപ്പോയും
പ്രൊഫസിങ് ദംസെൽവ്സ് ടു ബി വൈസ് ദേ ബിക്കെയിം ഫൂൾസ് എന്നാണ്. വളരെ ശ്രദ്ധേയമാണത്. അപ്പോൾ ഇപ്പോൾ തന്നെ 29 മിനിറ്റായി. എനിക്കിനിയും 4-5 കാര്യങ്ങൾ കൂടെ അവതരിപ്പിക്കാനുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റും കൂടെ ചെയ്തേ ഒക്കത്തുള്ളൂ, നിങ്ങൾ ക്ഷമിക്കണം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മുടെ മനസ്സിൽ വ്യക്തത ഉണ്ടാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് വിചാരിക്കും. ഞാൻ തൽക്കാലം ഇതിൻ്റെ ഉള്ളടക്കം ഇവിടെ പര്യവസാനിപ്പിക്കത്തക്കവണ്ണം ചിന്തിക്കുകയാണ്. അടുത്ത 4-5 കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ കൂടെ ചെയ്ത് തീർച്ചയായും അതോടുകൂടെ നമ്മുടെ അന്വേഷണം പര്യവസാനിപ്പിക്കും. ഇതിൽ ഈ നിമിഷം വരെയും ക്ഷമയോടും പ്രത്യാശയോടും പങ്കെടുത്ത ഏവരോടുമുള്ള എൻ്റെ നന്ദി, സ്നേഹം, വാത്സല്യം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഭാരതത്തിന് നന്മ വരട്ടെ, നന്മ മാത്രം വരട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി.